നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കുട്ടികൾക്ക് എന്തെങ്കിലും കൊതിയെന്ന് പറയുമ്പോൾ മധുരമായിട്ട് നമ്മൾ വെർമസല്ലി ഇട്ട പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ളത് വെർമസല്ലി, ചവ്വരി, പാല്, പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, മുന്തിരി, തേങ്ങാക്കൊത്ത്, മിൽക്ക് മെയ്ഡ്, നെയ്യ്. ഇതൊക്കെ വച്ചിട്ട് നമുക്ക് പായസം ഉണ്ടാക്കാം. ആദ്യം അണ്ടിപ്പരിപ്പും നെയ്യിനെ വറുക്കും. ചട്ടി ചൂടായി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് വെന്ത് വന്നതിന് ശേഷം തേങ്ങ കൊത്തിട്ട് കൊടുക്കാം. തേങ്ങ കൊത്തിട്ടിട്ട് നന്നായിട്ട് മൂപ്പിക്കും. തേങ്ങാക്കൊത്ത് പകുതിയോളം മൂപ്പിക്കുന്ന നേരത്ത് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കും. മുന്തിരി വറന്ന് വന്ന് അതിന് ശേഷം നമുക്കതൊരു മാറ്റി വയ്ക്കാം. വേറൊരു ബൗളിലെടുത്ത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ നെയ്യിൽ തന്നെ നമുക്ക് വെർമസല്ലി ഒത്തനെ മൂപ്പിച്ചെടുക്കാം. വെർമസല്ലി വറന്നതിന് ശേഷം നമുക്ക് പായസം വയ്ക്കാനുള്ള പാത്രം അടുപ്പിൽ വയ്ക്കാം. അതിനുശേഷം നമുക്കിതിനെ തട്ടിയിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിക്കാം. വെർമസല്ലിയുടെ കൂടെ തന്നെ നമുക്ക് ചവ്വരിയും കൂടെ ഇട്ട് കൊടുക്കാം. രണ്ടും ഒരുമിച്ച് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ടും ഒരുമിച്ചിട്ട് ഇനി വേകണത് വരെ നമുക്ക് കാത്തിരിക്കാം. ചവ്വരിയും സേമിയയും പകുതിയോളം വെന്ത് വന്ന് ഈ നേരം കൊണ്ട് നമുക്ക് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയാണ് ഞാൻ എടുത്തത്. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കുറച്ചും കൂടെ വേകാൻ വേണ്ടി കാത്തിരിക്കാം. ഇതിങ്ങനെ കിണ്ടിക്കൊണ്ടേയിരിക്കണം. ഇത് തിളച്ചായി. അടുത്തത് നമുക്ക് പാലിതിൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് കുറച്ചുകൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏലക്ക ഇടിച്ചതിട്ട് കൊടുക്കാം. ഇത് തിളച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വച്ചിരുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങാക്കൊത്തിനെയും ഇതിൻ്റെ മീതെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ കിണ്ടി കൊടുക്കാം. ഇത് തിളച്ച് ഇത് പായസം റെഡിയായി. എന്നാലും ഒരു 5 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം തന്നെ ഇത് നന്നായിട്ട് കുറച്ചുകൂടെ കുറുകിയെടുത്ത് നമുക്ക് കുടിക്കാനുള്ള പരുവത്തിലാണ്. അപ്പോൾ നമുക്ക് തീ അണയ്ക്കാമേ. അടച്ചു വയ്ക്കാം.
5 മിനിറ്റായി. നമുക്കിനി നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം. ഇത് കുറച്ച് ബൗളിലെടുത്ത് മാറ്റി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. നമുക്കിനി ഇത് ടേസ്റ്റ് ചെയ്യാം. ചൂട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാമേ. കൊള്ളാം. ഇതാണ് വെർമസെല്ലിയുടെ പായസം. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് വേവിച്ചെടുക്കാം. സൂപ്പർ. താങ്ക് യു.